വാർത്തയിലേക്കാണ്. ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ശ്രീധരൻ കുറിയടത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ. അനൂപ്, അല്പസമയം മുമ്പാണ് ഈ ദാരുണമായ വാർത്ത സ്ഥിരീകരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടികളുടെ ബാഗും മൊബൈൽ ഫോണും ചെരുപ്പും ഉൾപ്പെടെയുള്ളവ ഈ വെള്ളച്ചാട്ടത്തിന് സമീപം കണ്ട നാട്ടുകാരുണ്ട്. അധികമാരും എത്താത്ത ഇടമാണ്. ഇവരുടെ പേരുവിവരങ്ങൾ എങ്ങനെയാണ്? ഡൊണാൾഡ് ഷാജി മുരിക്കാശ്ശേരി സ്വദേശിയാണ്. കൊല്ലം മഞ്ഞക്കാല പള്ളിക്കിഴക്കേതിൽ അക്സാർ റെജി, ഈ രണ്ട് കുട്ടികളുമാണ് വെള്ളച്ചാട്ടത്തിൽ സമീപം മുങ്ങി മരിച്ചത്. ഇതിൽ ഡൊണാൾഡ് ഷാജിക്ക് ചെറിയ പരിക്കും തലയിലേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ തൊടുപുഴ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ ആൾത്തിരക്കില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ്. മലങ്കര ഡാമിനോട്, മലങ്കര ജലാശയത്തോട് ചേർന്ന ഒരു പ്രദേശമാണിത്. ഈ ഡോണലിന്റെ മൃതദേഹം വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെ നിന്നും അക്സയുടേത് ഒരു 50 മീറ്ററോളം മാറിയുമാണ് കണ്ടെത്തിയത്. ഈ ബാഗും വസ്ത്രങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ഫയർ സർവീസിനും ഒപ്പം പോലീസിനും വിവരം അറിയിക്കുകയായിരുന്നു. തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികള് വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ച വാർത്ത ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊല്ലം സ്വദേശിയായ അസ്കർ റെജി, ഇടുക്കി സ്വദേശിയായ ഡൊണാൾഡ് ഷാജി എന്നിവരാണ് മരിച്ചത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള അസ്ക എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയും ഡൊണാൾഡ് ഷാജി 3ാം വർഷ വിദ്യാർത്ഥിയുമാണ്. ഇവർ പഠിക്കുന്ന കോളേജിന്റെ 3 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള മലങ്കര ഡാമിനോട് ചേർന്നുള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ് 2 പേരും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2 പേരുടെയും മൃതദേഹങ്ങൾ പുഴയിൽ നിന്നാണ് ലഭിച്ചത്. എന്നാൽ ഇവരുടെ വസ്ത്രങ്ങളും മൊബൈൽ ഫോണും വാച്ചുമെല്ലാം കരയിൽ നിന്നാണ് കിട്ടിയത്. ഏറെ ദുരൂഹതയുണർത്തുന്ന ഒരു മരണ വാർത്ത തന്നെയാണിത്. കാരണം ഇവർ കുളിക്കാനാണ് വന്നതെങ്കിൽ വസ്ത്രം കരയിൽ വെച്ചിട്ട് പുഴയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ആത്മഹത്യ ആണെങ്കിൽ പോലും വസ്ത്രം കരയിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ട്. പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഒരാൾക്ക് മുങ്ങി മരിക്കാൻ മാത്രമുള്ള ആഴം ആ പുഴയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ അവിടേക്ക് തനിച്ചു പോകുന്ന കുട്ടികളെ അവിടുത്തെ നാട്ടുകാർ ചോദ്യം ചെയ്താൽ സദാചാരം എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ നാട്ടുകാരോട് തട്ടിക്കേറുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇതൊന്നും ചോദ്യം ചെയ്യാനേ പോകില്ലായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ കുട്ടികളെ ഒരു തരത്തിലും തടയാനാകില്ല. എന്തായാലും ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാവുന്ന സുഹൃത്തുക്കളുമായി കൂട്ടത്തോടെ പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ തന്നെ ഇവർക്ക് അവരെ തടയാൻ സാധിച്ചെന്ന് വരില്ല. നിങ്ങൾ എത്ര നല്ല സുഹൃത്തുക്കളായാലും എത്ര നല്ല സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ പോലും ഇത്തരം അപകടം പിടിച്ച സ്ഥലങ്ങളിൽ തനിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ പാരന്റ്സിനും മാത്രമാണ്.